തൃക്കാക്കര KMM കോളേജിലെ NCC ക്യാമ്പിൽ കുട്ടികൾ നേരിട്ടത് കൊടും ഭീഷണിയെന്ന് പരാതി. വിവരം വീട്ടിൽ പറഞ്ഞാൽ കൊല്ലുമെന്ന് NCC ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തി. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ആൺകുട്ടിയെ മർദ്ദിച്ചതായും കുട്ടികൾ ആരോപിക്കുന്നു. പോലീസിൽ പരാതി നൽകുമെന്ന് രക്ഷിതാക്കൾ പറഞ്ഞു. വീട്ടിൽ വിളിച്ചു പറഞ്ഞാൽ കൊന്നുകളയോന്ന് പറഞ്ഞു. പിന്നെ സാബുമാരി പിന്നെ പറഞ്ഞ് ഈ കാര്യം ആ ശ്രീവർണ്ണ കാര്യം പുറത്തു പറഞ്ഞാൽ നിങ്ങളെ പൊക്കത്തോണ്ട് ഉന്തിയിടും, അങ്ങനെ കുറെ ഭീഷണിയൊക്കെ ഉണ്ടായി. കുറെ ഒക്കെ പറഞ്ഞവര് ഫുഡിന്റെ പ്രശ്നം അവര് പറയണ ഞങ്ങള് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനത്തിനാണെന്ന് പറഞ്ഞു. എന്നിട്ടില്ലേ അവര് ഞങ്ങളുടെ മുമ്പിട്ട് ചവിട്ടി അരച്ച് അതുകൊണ്ട് അതിന്റെ പൊക്കത്തോടെ അങ്ങാടിങ്ങാട് നടക്കാൻ ഞങ്ങളെ പരേഡയിപ്പിക്കണത്. ഒരു ബോയ്സിനെ ഇടിവെള്ളം കൊണ്ട് ഇടിച്ചിട്ട് പറഞ്ഞു ഈ കാര്യം വീട്ടിൽ പറയരുത്, പറഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്യും എന്നൊക്കെ കുറെ പറഞ്ഞായിരുന്നു. ഉണ്ട്. ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്യാം, ഇന്നലെ രാത്രി മുതൽ സമാനമായിട്ടുള്ള ആരോപണങ്ങൾ ഈ വിദ്യാർത്ഥികൾ ആരോപിക്കുന്നുണ്ടായിരുന്നു. NCC ക്യാമ്പാണ്, വളരെ സ്ട്രിക്റ്റ് ആയിരിക്കും, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഈ കുഞ്ഞു കുട്ടികളിൽ വേണമോ ഇവർക്ക് കൈത്തരിപ്പ് തീർക്കാൻ? ഇങ്ങനെയൊക്കെ നടക്കുന്നതാണോ ഒരു NCC ക്യാമ്പിൽ? എന്താണ് ഈ കുട്ടികൾ പറയുന്നത്? പ്രവിത, ഏറ്റവും ആദ്യം പറയട്ടെ, NCCയുടെ ഒരു ചരിത്രത്തിൽ ഇത്തരത്തിലുള്ള നടപടികൾ കുട്ടികളോട് കൊല്ലുമെന്നും ഭീഷണിപ്പെടുത്തുന്നതൊക്കെ സംഭവം ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. കാരണം ഇന്ത്യയിലെ തന്നെ ഏറ്റവും മഹത്തായ സംഘടനകളിലൊന്നാണ്, യുവ സംഘടനകളിലൊന്നാണ് NCC. അത്തരത്തിലൊരു ക്യാമ്പിലാണ് ഈ സംഭവം നടന്നത്. കൊച്ചുകുട്ടികൾ 14 വയസ്സുള്ള പെൺകുട്ടികളോടാണ് അവർക്ക് ശാരീരിക അവശതകൾ നേരിട്ടപ്പോൾ, ഭക്ഷ്യവിഷബാധ ഏറ്റപ്പോൾ ആ വിവരം വീട്ടിൽ പറഞ്ഞാൽ കെട്ടിടത്തിൻ്റെ മുകളിൽ കൊണ്ടുപോയി തള്ളിയിട്ട് കൊല്ലുമെന്ന് പറയുന്നത്. കൊലപാതക ഭീഷണിയാണ് അവിടെ ഉണ്ടായതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിയമം അനുസരിക്കേണ്ട, യുവതലമുറയെ നിയമം പഠിപ്പിക്കേണ്ട സാബെന്ന് വിളിക്കുന്ന ആ ഉദ്യോഗസ്ഥനൊക്കെ സൈന്യത്തിൽ നിന്നും ഒരുപക്ഷെ വന്ന ആളുകളായിരിക്കും. അത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരാണ് ഇങ്ങനെ ഈ കൊച്ചു 13-14 വയസ്സുള്ള കുട്ടികളെ കൊല്ലും എന്ന് ഭീഷണിപ്പെടുത്തുന്നത്. മറ്റൊരു കുട്ടിയോട് ചെയ്തത് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടതിന് ശേഷം കയ്യിലുണ്ടായിരുന്ന വള ഉപയോഗിച്ച് മുഖത്തെ ഇടിക്കുകയാണ് ചെയ്തതെന്നുള്ളതാണ്. അതും ഈ കുട്ടികൾ സാക്ഷ്യം പറയുന്നുണ്ട്. അങ്ങനെ കുട്ടികൾ നേരിട്ടത് മാനസികമായ വലിയ ഭീഷണിയും മറ്റുമാണ്. അതാണ് അവർ തുറന്നു പറയുന്നത്. അതിൻ്റെ ആഘാതത്തിൽ നിന്ന് അവർ മോചിതരായിട്ടില്ല. രക്ഷിതാക്കൾ ഉൾപ്പെടെ ഏതായാലും ഇതാരാണ് എന്ന് അറിയണം. അതുകൊണ്ട് തന്നെ പോലീസിനെ സമീപിക്കുമെന്ന് ഉറപ്പിച്ച് പറയുന്നുണ്ട്. ഇന്ന് കണ്ണമാലി പോലീസിൽ പരാതി കൊടുക്കാനാണ് തീരുമാനം. തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണർക്കും ഈ വിഷയത്തിൽ പരാതി നൽകുമെന്നും അവർ അറിയിച്ചിട്ടുണ്ട്. NCCയുടെ ക്യാമ്പിൽ ഇങ്ങനെയൊക്കെ നടക്കാമോ എന്നും ചോദിക്കുന്നുണ്ട്. അതിനു പുറമെ ഇന്നലെ ഈ ഭക്ഷ്യവിഷബാധ ഉണ്ടായ കുട്ടികളെ അവിടുത്തെ മെഡിക്കൽ ക്യാമ്പിലേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന തമിഴ്നാട് സ്വദേശിയായ ഒരു അറ്റൻഡർ അവർക്ക് മരുന്ന് നൽകാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, കുട്ടികളെ പരേഡ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയില്ല, കള്ളന്മാരാണ് എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ച് അവരെ അവിടെ നിന്ന് വിടുകയാണ് ഉണ്ടായത്. അവിടെ കുട്ടികൾ തലകറങ്ങി വീഴുന്ന സംഭവങ്ങൾ തങ്ങൾ ദൃക്സാക്ഷികളാണെന്ന് ഈ കുട്ടികൾ പറയുന്നുണ്ട്. അങ്ങനെ നേരിട്ട കൊടും ക്രൂരതകളാണ് ആ കുഞ്ഞു കുട്ടികൾ വിളിച്ചു പറയുന്നത്. ഏതായാലും നിയമപരമായ മാർഗങ്ങളിലേക്ക് പോകാൻ അവരുടെ രക്ഷിതാക്കൾ തീരുമാനിച്ചിട്ടുണ്ട്. ഒരു NCC ക്യാമ്പിലും നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ടത് ആ കുട്ടികളെ കൊലപ്പെടുത്തുമെന്നുള്ള ഭീഷണി തന്നെയാണ്. അങ്ങനെ നടക്കാൻ പാടില്ലാത്ത ഒരു സ്ഥലത്ത് നിയമവിരുദ്ധമായി അങ്ങനെ ചെയ്ത ആളുകളെ കണ്ടെത്തണമെന്ന് തന്നെയാണ് കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും ആവശ്യം. അതുമായി ബന്ധപ്പെട്ട് ഒരുപിടി പരാതികൾ പോലീസിന് മുന്നിലെത്താൻ പോവുകയാണ്. ആ ഉദ്യോഗസ്ഥരെ കണ്ടെത്തണമെന്ന് തന്നെയാണ് രക്ഷിതാക്കളുടെ ഉൾപ്പെടെ ആവശ്യം. പ്രവിത, ശ്യാം, ഇത് ആദ്യമായി ആയിരിക്കില്ലല്ലോ ഇയാൾ സമാനമായ രീതിയിൽ NCC ക്യാമ്പിലൊക്കെ പങ്കെടുക്കുന്നതും ഈ കുട്ടികളെ ചിട്ട പഠിപ്പിക്കുന്നതുമൊക്കെ. പക്ഷേ ഇതിനു മുൻപ് ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലല്ലോ. അതെന്തുകൊണ്ടാകാം? മാത്രമല്ല ഈ NCC ക്യാമ്പിൽ ഈ ഭക്ഷ്യവിഷബാധ പുറത്തു വന്നതുകൊണ്ട് മാത്രമല്ല ഇപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നത്. 600ഓളം കുട്ടികൾ ഈ ക്യാമ്പിൽ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ കുട്ടികൾക്കൊക്കെയും സമാനമായ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ? എന്താണ് അവർ പറയുന്നത്? പ്രവിധ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം NCC ക്യാമ്പുകളിൽ ഇങ്ങനെ കുട്ടികളോട് മോശമായി പെരുമാറുകയോ കുട്ടികളെ അധിക്ഷേപിക്കുകയോ ശാരീരികമായി കയ്യേറ്റം ചെയ്യുകയോ ഒന്നും ചെയ്യാറില്ല. പക്ഷേ ഇവിടെ നടന്നത് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും NCCക്ക് പോലും പെരുദോഷമുണ്ടാക്കുന്ന രീതിയിൽ പെരുമാറിയ ഉദ്യോഗസ്ഥനെ കണ്ടെത്തേണ്ടി തന്നെ ഇരിക്കുന്നു. കാരണം 13-14 വയസ്സുള്ള പെൺകുട്ടികളോട് കെട്ടിടത്തിൻ്റെ മുകളിൽ കൊണ്ടുപോയി തള്ളിയിട്ട് കൊല്ലുമെന്ന് പറഞ്ഞാൽ അത് കൊലപാതക ഭീഷണി തന്നെയാണ്. അതുകൊണ്ട് അത് നിയമവ്യവസ്ഥയ്ക്ക് മുന്നിൽ കണ്ടുപിടിക്കപ്പെടേണ്ട ഒരു വസ്തുത കൂടിയാണ്. കാരണം ഉത്തരവാദിത്തപ്പെട്ട ഒരു പൊസിഷനിലിരിക്കുന്ന ഈ ഉദ്യോഗസ്ഥരെ വിശ്വസിച്ചാണ് വീടുകളിൽ നിന്നും കുട്ടികളെ ഇത്തരം ക്യാമ്പുകളിലേക്ക് രക്ഷിതാക്കൾ വിടുന്നത്. അവിടെ പഠിപ്പിക്കേണ്ട കാര്യങ്ങൾക്ക് പകരം നടന്ന സംഭവങ്ങൾ കുട്ടികൾ തുറന്നു പറയുമ്പോൾ അവർക്ക് ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളുണ്ട്, ചികിത്സ വേണമെന്ന് പറയുമ്പോൾ അവരെ ഭീഷണിപ്പെടുത്തുകയും ആ വിഷയം മൂടിവെക്കാൻ നിർബന്ധിക്കുകയും ചെയ്യുന്നത് എന്തടിസ്ഥാനത്തിലാണ് എന്നുള്ള ഒരു കാരണവശാലും നമുക്ക് മനസ്സിലാക്കാനോ അംഗീകരിക്കാനോ കഴിയാത്ത വസ്തുതകളാണ്. അതുകൊണ്ട് തന്നെ സാബ് എന്ന് വിളിക്കുന്ന ആ മനുഷ്യനെ ഈ കുട്ടികൾ തിരിച്ചറിയുമെങ്കിൽ സ്വാഭാവികമായും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. കാരണം NCCക്ക് പോലും കളങ്കമുണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയാണ് ആ ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്
എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഏതായാലും NCC ക്യാമ്പുകൾ ഇങ്ങനെ നടക്കാറില്ല. ഇന്നലെ ആ കുട്ടികൾ പറയുന്ന മറ്റൊരു കാര്യം, കുട്ടികൾ തലകറങ്ങി വീഴുകയും ഛർദ്ദിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അവിടെയുള്ളവർ നിങ്ങൾ കള്ളന്മാരും കള്ളികളുമാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് അവരെ അധിക്ഷേപിക്കുകയാണ് ചെയ്തത്. ഒരു ഘട്ടത്തിൽ കുട്ടികൾ കൂട്ടത്തോടെ തലകറങ്ങി വീണ ശേഷമാണ് അവരെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ പോലും തയ്യാറായതെന്ന് പറയുന്നത് കുട്ടികളാണ്. സ്വാഭാവികമായും അവർക്ക് ഇത്തരത്തിലൊരു ക്യാമ്പിൽ സ്വന്തം ഇഷ്ടപ്രകാരം വരുന്ന കുട്ടികൾക്ക് കള്ളം പറയേണ്ട ആവശ്യമില്ല. ഇപ്പോഴും ആ കുട്ടികളെയും കൊണ്ട് നമ്മളവിടെ ചെല്ലുമ്പോൾ ചികിത്സ തേടാനും മറ്റും രക്ഷിതാക്കൾ ആശുപത്രിയിലേക്ക് പോകുന്നതിൻ്റെ തിരക്കിലാണ്. കാരണം അവർ വലിയ ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നു എന്നുള്ളത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്രയ്ക്ക് ബുദ്ധിമുട്ട് നേരിട്ട് ഒരുപക്ഷേ മരണം പോലും സംഭവിക്കാവുന്ന ഒരു പ്രശ്നമാണ് ഭക്ഷ്യ വിഷബാധ. അങ്ങനെയുള്ള ഒരു അവസരത്തിലാണ് ആ കുട്ടികളെ NCC ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തുകയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തത്. സ്വാഭാവികമായും അത് ആരാണെന്ന് കണ്ടുപിടിക്കണം. അത് NCC എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് മോശമുണ്ടാക്കിയ നടപടിയാണ്. പാവപ്പെട്ട കുട്ടികളെ വിശ്വസിച്ചയക്കുന്ന രക്ഷിതാക്കളെ ഭീതിയിലാക്കിയ നടപടിയാണ്. ആ കുട്ടികൾ തീർച്ചയായിട്ടും ശ്യാം, ഈ കുട്ടികളെല്ലാവരും ആശുപത്രി വിട്ടിട്ടുണ്ടോ? 70-ലധികം വിദ്യാർത്ഥികൾക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റതെന്നാണ് സംശയിക്കുന്നത്. എല്ലാവരുടെയും ആരോഗ്യനില തൃപ്തികരമല്ലേ? പ്രവിധ 14 കുട്ടികളാണ് നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. കടുത്ത ക്ഷീണമാണ് ഇവർക്ക് അനുഭവപ്പെടുന്നത്. നമ്മൾ നേരത്തെ ചെല്ലുമ്പോഴും ഈ കുട്ടികളൊക്കെ പറയുന്നത് ക്ഷീണം, തലവേദന അതൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. അത് ഭക്ഷ്യവിഷബാധയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം തന്നെയാണ്. അങ്ങനെയുള്ള കുട്ടികളോടാണ് അവരുടെ അവശനിലയിൽ നിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഭീഷണിയുമായി ഉദ്യോഗസ്ഥർ രംഗത്ത് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ നിയമപരമായ മാർഗത്തിൽ പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ആ ഉദ്യോഗസ്ഥനെ കണ്ടുപിടിക്കണമെന്നാവശ്യപ്പെട്ട് കണ്ടമാലി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകും, തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണർക്ക് പരാതി നൽകും, മുഖ്യമന്ത്രിക്ക് പരാതി നൽകുമെന്ന് തന്നെയാണ് അവർ പറയുന്നത്. ഏതായാലും കുട്ടികൾ കുറച്ച് ദിവസം വീടുകളിൽ വിശ്രമിക്കേണ്ടി വരും. അവരുടെ അധ്യാപകർ ഉൾപ്പെടെ വീടുകളിലെത്തുകയും ഈ വിവരം അറിയുകയും ചെയ്തിട്ടുണ്ട്. അവരും നിയമപരമായ നടപടി സ്വീകരിക്കണമെന്ന് തന്നെയാണ് കുട്ടികളോട് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്ത, ആശ്വാസകരമല്ലാത്ത ഒരു ഇടപെടലാണ് NCCയിലെ ഒരു വിഭാഗം ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അതും കൊച്ചുകുട്ടികൾ തളർന്നു വീഴുമ്പോൾ അവരെ കൊല്ലുമെന്നുള്ള ഭീഷണി പോലും ഉണ്ടാകുന്നത്. അത് നിയമപരമായി നടപടി സ്വീകരിക്കേണ്ട കാര്യം തന്നെയാണ്. ശരി, ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത്. തൃക്കാക്കര KMM കോളേജിലെ NCC ക്യാമ്പിൽ കുട്ടികൾ നേരിട്ടത് കൊടും ക്രൂരതയാണെന്നാണ് ശ്യാം റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്നലെ രാത്രിയോടെയാണ് 70-ലധികം വിദ്യാർത്ഥികളെ ഭക്ഷ്യവിഷബാധ എന്ന സംശയത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തുടർന്നാണ് ഇത്തരം കാര്യങ്ങളൊക്കെ വിദ്യാർത്ഥികൾ തുടർന്ന് പറഞ്ഞതും രക്ഷിതാക്കൾ ഇപ്പോൾ പോലീസിൽ പരാതി നൽകാൻ ഒരുങ്ങുന്നതും. ശ്യാംകുമാറാണ് വിശദമായ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്.